സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എന്താണ് നടക്കുന്നത്? എന്താണ് ടീം സെലക്ഷൻ ചെയ്യുന്നത്? ഇപ്പം 3 കീപ്പറൊക്കെ വൺ ഡേ ടീമിൽ എടുത്തിട്ടിരിക്കുന്നു. സഞ്ജുവിനെ എടുക്കണേ, രണ്ട് കീപ്പറിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് തഴയുന്ന ഇന്ത്യൻ ടീമും ഇപ്പോൾ കാണിക്കുന്ന എന്തൊക്കെയാണ്? ഇവിടെ നോക്കി ആസ്ട്രേലിയൻ ടീമിനെടുത്ത് നോക്കടാ. ടീം ഡേവിഡ് എവിടുന്നോ വന്ന് ചേക്കേറിയവനാണ്. അവന് കൊടുക്കുന്ന അവസരം കണ്ടോ? അവന് കൊടുക്കുന്ന സപ്പോർട്ട് കണ്ടോ? എടാ, അവർക്ക് വേണ്ടത് ടീമിൻ്റെ വിജയം. ആര് കളിച്ചെന്നല്ല, കളിക്കുന്ന പ്ലെയർക്ക് അവസരം കൊടുക്കുന്നു. എത്ര കളിയിൽ അവരെ മെയിൻ പ്ലെയർ വെളിയിലിരുന്നിട്ടുണ്ട്. കാരണം എന്താ? അവർ ഫാം ഔട്ടാണ് എങ്കിൽ വെളിയിലിരിക്കും. ഇവിടെ രോഹിത് ശർമ്മയും കോഹ്ലിയും പുറത്താക്കണം. ഇപ്പോൾ കുറച്ച് കൊണ്ട് സീരീസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കളിയിൽ രോഹിത് ശർമ്മ മാൻ ഓഫ് ദി മാച്ച്, അടുത്ത കളിയിൽ വിരാട് കോഹ്ലി മാൻ ഓഫ് ദി മാച്ച്. ഇങ്ങനെ വാങ്ങുന്ന 2 പ്ലെയേഴ്സിനെ ഇവർക്ക് പുറത്തിരുത്തിയിട്ട് ഗൗതം ഗംഭീറിൻ്റെ അണ്ടറിലാക്കണം മൊത്തവും. ആദ്യം ടീം ജയിക്കാനുള്ള ടീം സെറ്റ് ചെയ്യണോ? ഇന്ത്യ ജയിക്കണം. നല്ല ടീം പ്ലെയേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ അവസരം കൊടു. ഈ പൈസയും വാങ്ങിയിട്ട് തൊട്ടിത്തരം കാണിച്ച് ഈ സെലക്ഷൻ കമ്മിറ്റി അവിടെ ഇരിക്കുന്നില്ലേ ഹാക്കറെ, പൈസ ഇഷ്ടം പോലെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിനക്ക് 1 വർഷത്തെ കരാർ ഇവിടെ ഉണ്ട്. കിട്ടുന്ന പൈസയെല്ലാം വാങ്ങി കൂട്ടിയിട്ട് ഇന്ത്യൻ ടീമിനെ ഇല്ലാതാക്കല്ലേ. നീയൊക്കെ ഒരു അവസരത്തിന് വേണ്ടി നിറങ്ങിയതല്ലേടാ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പാവം ചെറുക്കന്മാർ വെളിയിലിരിപ്പുണ്ട്. ഈ സഞ്ജുവിൻ്റെ കൂടിയൊക്കെ നിങ്ങൾ കാണിക്കുന്ന എന്താണ്? 3 സെഞ്ചുറി അടിച്ച ഒരു പ്ലെയറിനെ എടുത്ത് ഓപ്പണിംഗ് സ്ഥാനം മാറ്റി വേറെ കൊടുക്കും. എന്നിട്ട് ഇറക്കിയ ആളോ ഒരു 50 അടിച്ചോടാ. ഒരു 50 എങ്കിലും അടിച്ച എത്ര ദിവസമായിട്ട് അടിച്ചില്ല. നല്ല പ്ലെയേഴ്സിന് അവസരം കൊടുക്കടാ. സഞ്ജുവിന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞില്ല. ജയ്സ്വാൾ കളിക്കത്തില്ലേ, നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള ആളല്ലേ. എത്ര പ്ലെയേഴ്സ് ഉണ്ട്? അവസരം കൊടുക്കുക. നശിപ്പിക്കാതെ ഇന്ത്യൻ ടീമിനെ. ശ്രീലങ്കൻ ടീമിനെ പോലെയൊക്കെ ആയിപ്പോവും അവസാനം.